നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള ഡിവൈൻ ഗൈഡൻസ് എന്താണെന്ന് നമുക്ക് നോക്കിയാലോ. ദി സിറ്റുവേഷൻ ഈസ് കോളിംഗ് ഫോർ യു ടു ഹാവ് ഫെയ്ത്ത്. പൂർണ്ണമായ വിശ്വാസം കീപ്പ് ചെയ്യാനാണ് ഡിവൈൻ പറയുന്നത്. ഡിവൈൻ്റെ അടുത്തായാലും നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്തായാലും കേട്ടോ. വർത്ത് വെയിറ്റിംഗ് ഫോർ. ഡിവൈൻ ടൈമിംഗ് ഈസ് അറ്റ് വർക്ക് ഇൻ യുവർ ലവ് ലൈഫ്. ഡിവൈൻ ടൈമിങ്ങിൽ കാര്യങ്ങളെല്ലാം തന്നെ ശരിയാകും എന്ന് തന്നെ ഡിവൈൻ കൺഫേം ചെയ്യുന്നു കേട്ടോ. യെസ്, ദിസ് ഈസ് യുവർ സോൾമേറ്റ്. യെസ്, നിങ്ങളുടെ പാർട്ട്ണർ തന്നെയാണ് നിങ്ങളുടെ സോൾമേറ്റ് എന്ന് ഡിവൈൻ പറയുകയാണ്. Playfulness to recapture romance. Allow your inner youthful spirit of fun to shine. ബലം പിടിച്ചിരിക്കാതെ ലൈഫ് കുറച്ച് ഒന്ന് ആസ്വദിച്ച് മുന്നോട്ട് പോകാനാണ് പറയുന്നത്. ഒരുപാട് സീരിയസ്നെസ് മാത്രമാകാതെ കുറച്ച് ലൈറ്റ് ഹാർട്ട്നെസ്സും ആവാം എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. യുവർ ലവ് ലൈഫ് ഈസ് അസെൻഡിങ് ടു ഹയർ ലെവൽ ഓഫ് കമ്മിറ്റ്മെന്റ്. പലർക്കും എൻഗേജ്മെന്റ് പ്രപ്പോസൽ വരുന്നതായിട്ട്, ഒരു കമ്മിറ്റ്മെന്റ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. someone from your past is returning to your life. നിങ്ങളെ വിട്ടുപോയ ഒരു വ്യക്തി, നിങ്ങളുടെ എക്സ് ആയിരിക്കാം, വീണ്ടും തിരിച്ചൊരു റീകൺസിലിയേഷൻ ആഗ്രഹിച്ച് തിരിച്ചു വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. ദർ ഈസ് നോട്ട് ഇനഫ് അട്രാക്ഷൻ ഓർ കെമിസ്ട്രി ടു കീപ് ദിസ് റിലേഷൻഷിപ്പ് ഗോയിങ്. പക്ഷെ അത് റെഡ് ഫ്ലാഗ് ആണ്. അങ്ങനെ ഒരു എക്സ് തിരിച്ചു വരുന്നുണ്ടെങ്കിൽ അത് പൂർണ്ണമായും വിശ്വസിക്കേണ്ട എന്നാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. എക്സ്റ്റെൻഡ് യുവർ ലൈറ്റ് ഹാർട്ടഡ് എനർജി ടു അതേഴ്സ്. മറ്റ് ഓപ്ഷൻസ് നോക്കാനാണ് പറയുന്നത്, അല്ലെങ്കിൽ മറ്റ് ആലോചനകൾ, മറ്റ് വേറെ പ്രപ്പോസൽ ഉണ്ടെങ്കിൽ അതിലേക്കൊക്കെ ഒന്ന് ശ്രദ്ധ ചെലുത്താനാണ് പറയുന്നത്. ദർ ഈസ് സ്ട്രോങ് മാഗ്നറ്റിക് അട്രാക്ഷൻ ഹിയർ. അതായത് പുതിയതായിട്ട് വരുന്ന ആ ഒരു റിലേഷൻ ഉണ്ടല്ലോ, അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നാണ് ഡിവൈൻ പറയുന്നത്. ലെറ്റ് ഗോ ഓഫ് കൺട്രോൾ ഇഷ്യൂസ്. അലൗ ദിസ് സിറ്റുവേഷൻ ടു അൺഫോൾഡ് നാച്ചുറലി. ബലം പിടിച്ച്, അതായത് സ്വയം റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കരുത് എന്നാണ് പറയുന്നത്. മറ്റ് ഓപ്ഷൻസിലേക്ക് ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ട് മുന്നോട്ട് പോകാനാണ് പറയുന്നത് കേട്ടോ. ഗിവ് യുവർ റിലേഷൻഷിപ്പ് എ ചാൻസ്. വർക്ക് ഓൺ യുവർ പാർട്ട്ണർഷിപ്പ്. ഈ പുതിയ റിലേഷൻഷിപ്പിൽ കുറച്ച് സമയം കൊടുത്ത് പരസ്പരം സംസാരിച്ച് അത് വർക്ക്ഔട്ട് ചെയ്യാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. ഹാർട്ട് ടു ഹാർട്ട് കൺവേഴ്സേഷൻസ്. ഓണസ്റ്റ്ലി ഡിസ്കസ് യുവർ ഫീലിങ്സ് വിത്ത് ഈച്ച് അതർ. ഞാൻ പറഞ്ഞില്ലേ, ആ ന്യൂ റിലേഷൻഷിപ്പിൽ പരസ്പരമുള്ള കാര്യങ്ങൾ എല്ലാം തന്നെ ഓപ്പൺ ആയിട്ട് സംസാരിച്ച് മുന്നോട്ട് പോകാനാണ് ഡിവൈൻ പറയുന്നത് കേട്ടോ. പുതിയ റിലേഷൻഷിപ്പ് ആയിരിക്കും, ഒരു ന്യൂ പ്രപ്പോസൽ, അതൊരു കല്യാണാലോചന ആവട്ടെ അല്ലെങ്കിൽ ലവ് പ്രപ്പോസൽ ആവട്ടെ, ആ പുതിയ കാര്യമായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്നാണ് ചുരുക്കി പറഞ്ഞാൽ ഡിവൈൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഓക്കെ.